കാമുകിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആവുന്ന ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കാമുകന്മാരൊക്കെ ഉണ്ടാവാറുണ്ട്. അവർ വിളിക്കുമ്പോഴത്തേക്ക് അവിടെ അവർ പ്രസന്റ് ആവുക, അതുപോലെ അവരെന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോഴത്തേക്ക് അത് ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് പലപ്പോഴും അവരുമായിട്ടുള്ള സ്നേഹത്തിന്റെ പുറത്തായിരിക്കും ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് യാതൊരു വിധത്തിലുള്ള സ്നേഹമോ റെസ്പെക്റ്റോ ആ ഒരു വ്യക്തി തിരിച്ചു കൊടുക്കുന്നുണ്ടാവില്ല. കാരണം അവർ ഞാൻ വിളിച്ചാൽ വരും, ഞാൻ മെസ്സേജ് അയച്ചാൽ അപ്പൊ റിപ്ലൈ കിട്ടും, എപ്പോഴാണെങ്കിലും ഞാൻ വിളിച്ചാൽ അപ്പൊ അവർ ഫോൺ അറ്റൻഡ് ചെയ്യും. അതുകൊണ്ട് അവരെപ്പോഴും അവൈലബിൾ ആണ്. അതായത് അവരെ കുറിച്ച് ഒരു ചിന്തയും ഇവരതിലുണ്ടാവില്ല. നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അതിന് അവരെ വിളിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു പ്രയോറിറ്റി ഇവർ കൊടുക്കുന്നേ ഉണ്ടാവില്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്രയും സ്നേഹം കൊണ്ട് മാത്രമായിരിക്കും ചെയ്തു കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അവർക്കും അവരുടെ ഒരു ഇമോഷൻ അവിടെ ഷെയർ ചെയ്യപ്പെടാൻ ഒന്നിനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഒന്ന് പോസ് ചെയ്യുക. അതായത് ഇത്രയും അവൈലബിൾ ആവേണ്ട ആവശ്യമുണ്ടോ? അത്യാവശ്യ കാര്യങ്ങൾക്ക് അവൈലബിൾ ആവാം, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവൈലബിൾ ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്വന്തം കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി ഒരു പൊടിക്ക് കുറയ്ക്കുക. ഭയങ്കരമായിട്ട് അവരെ തടഞ്ഞു നിർത്തണം എന്നുള്ളതല്ല, പക്ഷേ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവൈലബിൾ ആവുക എന്നുള്ളതിൽ നിന്ന് മാറി നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കും നമ്മളെ കുറിച്ചൊരു റെസ്പെക്ട് വരും.